ഇതൊന്നും അവന്മാരെ മുമ്പിൽ വിലപ്പോവില്ല. ഇക്ക ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് അവന്മാരെ സമാധാനിപ്പിച്ചു. ഞാനെന്ത് പറയാന്ന്? ഇക്കാടെ കയ്യിൽ എന്തെങ്കിലും നമ്പർ കാണും. ചെല്ല് ചെല്ല്, എന്റെ അടിമ കണ്ണല്ലേ, കത്തി ഇനി അന്നേരം ഇതൊന്നും ശരിയാവില്ല. ചെല്ല്. ആരാ? എന്ത് വേണം? രാമേന്ദ്രന്റെ ഡ്രൈവറാണല്ലേ? അല്ല, കാറിന്റെ ഡ്രൈവറാ. എന്തേ? കോമഡി. എന്നാ കാറിന്റെ ഡ്രൈവർ പോയി പറ രാമേന്ദ്രനെ കാണാൻ രണ്ടാൾക്കാർ വന്നിരിക്കുന്നു. മുതലാളിനെ ഇപ്പൊ കാണാൻ പറ്റില്ല, നല്ല ഉറക്കത്തിലാ. മണിയും ദാസൂട്ടിയും വന്നിരിക്കുന്നു പറഞ്ഞാൽ മതി. ഏത് ഉറക്കത്തിനാണ് ശരി, അവൻ ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് വന്നോളും. അത് പറഞ്ഞപ്പോഴാ ഉറങ്ങിയത്. എന്താ? അല്ല, അത് പറഞ്ഞാൽ എനിക്കില്ലാന്ന് പറയായിരുന്നു. നമ്മൾ എന്തിനാണ്ട് അവരുടെ അടുത്ത് സംസാരിച്ച സമയങ്ങളെന്ന്. നീ വാ. ഇപ്പൊ കാണാൻ പറ്റില്ലെന്നല്ലേ പറയും. അവിടെ ഡ്രൈവറോ ഗുണ്ടയോ? മര്യാദക്ക് വിട്ടോട്ടോ. എനിക്ക് കളഞ്ഞറിയാം, ഞാൻ മറവത്ത് കുത്തും. ഇത് കൗത്ത് വിട, എനിക്ക് അങ്ങനെ ശ്വാസം കിട്ടാതാട്ടോ. മുതലാളിനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനാ അവൻ ഒരു നീണ്ട യാത്രയും കഴിഞ്ഞ് വന്ന് ഒന്ന് വിശ്രമിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയി പിള്ളേരെ. രാമേന്ദ്ര, നിനക്കിപ്പോ ഞങ്ങളെ കാണുമ്പോ ഉറക്കം വരുന്നുണ്ടല്ലേ? നിന്നെ പുറത്തു വെച്ച് കിട്ടും, അപ്പൊ ഞങ്ങൾ എടുത്തോളാം. നിന്നെ നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? ആ പറഞ്ഞു. അപ്പൊ പോണില്ലേ? ആടാ, ഇവന്റെ അടുത്തേക്ക് സംസാരിച്ച സമയങ്ങളെന്ന്. അടിമക്കണം ചെയ്ത് നന്നായി. ഇനിയും വരും ഓരോരുത്തർ ഇതുപോലെ പറ്റിക്കൂടാൻ. ഒരു ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കരുത്. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ, ഇവിടെയാണ് കളരി വരുത്തിയതിന്റെ ഫലം ചെയ്യാ. ഒരുത്തനെ കൊണ്ട് അടുപ്പിക്കാതെ ഞമ്മൾ നോക്കിക്കോളൂ. അവരെ അങ്ങനെ അങ്ങോട്ട് പിണക്കി വിടണ്ടായിരുന്നു. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. എന്നാ പിടിച്ച് മടി കയറ്റിയിരുത്തിക്കോ. അവർക്ക് നിന്റെ കൊങ്ങക്ക് പിടിക്കാൻ എളുപ്പമാട്ടെ. നിന്റെ ഈ പത്രാസിലാണ് ഇപ്പോഴത്തെ നിൽപ്പ്. അത് പൊളിഞ്ഞാൽ ഈ പറയുന്ന നിന്റെ അച്ഛനും അമ്മയും വരെ നിന്നെ ചവിട്ടി പുറത്താക്കും. ജോലി കിട്ടുന്നത് വരെ ഈ ജാടയെ പിടിച്ച് നിന്നേ പറ്റൂ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് എഴുന്നേറ്റൊന്ന് റെഡിയാവുന്നേ. നമുക്ക് അർച്ചന നേരെ പോയി കാണണ്ടേ? പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ യൂണിയന്റെ ആളാണെന്ന് അവരോട് പറഞ്ഞേക്കരുത്. അതൊക്കെ ഞാൻ നോക്കിങ്ങൊന്നും പറഞ്ഞോളാം. ഒരു നേതാവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അയാളെ കയ്യിലെടുക്കാനാ. അതുപോലെയല്ല, അർച്ചന നായരെ കയ്യിലെടുക്കാൻ ഈ രാമേന്ദ്രൻ 2 മിനിറ്റ് മതി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഐ എം രാമേന്ദ്രൻ. ഐ എം അടിമക്കന്ന്. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. താങ്ക് യു. രാമചന്ദ്രനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കരുതിയത് കുറെ കൂടി പ്രായമുള്ള ഒരാളായിരിക്കും. മർത്തോമ കോളേജിലല്ലേ പഠിച്ചത്? അതെ. രാമചന്ദ്രനെ കോളേജിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അല്പം പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഏയ്, ഈ പൊളിറ്റിക്സ് എന്ന് കേൾക്കുന്നതിന് എനിക്ക് വെറുപ്പാ. എന്നും ഖദർ ധരിച്ചുണ്ടായിരുന്നില്ലേ അന്ന് കോളേജിൽ വന്നിരുന്നത്? അത് പിന്നെ അന്ന് എനിക്ക് ആകെ ഒരു ഷർട്ടും മുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഖദറാക്കിയത്. ഏതായാലും രാമേന്ദ്രന് അതാ ഇണങ്ങുന്നത്. ഈ വേഷത്തിൽ രാമേന്ദ്രനെ കണ്ടപ്പോ സത്യത്തിൽ മറ്റാരുടെ വസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അർച്ചന മിൽസ് കുഴപ്പം കൂടാതെ നടത്തിക്കൊണ്ട് പോവാന്ന് രാമചന്ദ്രന് വിശ്വാസമുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ആ, ഇനി യൂണിയൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ രാമേന്ദ്രനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. എന്നാലും പറയാ, യൂണിയൻ നേതാക്കളിൽ നിന്ന് കടുത്ത എതിർപ്പായിരിക്കും രാമേന്ദ്രനെ നേരിടേണ്ടി വരിക. അങ്ങനെ എന്ത് എതിർപ്പ് വന്നാലും എന്നാലാവും വിധം ഞാനതിനെ നേരിടും. അക്കാര്യത്തിൽ മാഡത്തിന് എന്നെ വിശ്വസിക്കാം. ആ ഒരു ധൈര്യം രാമേന്ദ്രനുണ്ടെങ്കിൽ ഫാക്ടറി രാമേന്ദ്രനെ ഏൽപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിൽ ഈ ഫാക്ടറിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് റെഫർ ചെയ്തിട്ട് രാമേന്ദ്രന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കണം. ഓക്കെ മാഡം. എന്റെ പേര് അർച്ചന എന്നാണെന്ന് രാമേന്ദ്രൻ അറിയാലോ? യെസ് മാഡം. ഈ മാഡം വിളി നിർത്തണമെന്നാ ഞാൻ പറഞ്ഞത്. രാമേന്ദ്രൻ എന്നെ പേര് വിളിച്ചാ മതി. നിന്നെ മാനേജറാക്കാനുള്ള പരിപാടിയാണെന്നാ എനിക്ക് തോന്നണേ. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. ഇത് സംശയിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഫയലൊക്കെ നിന്റെ കയ്യിൽ തന്നു വിടേണ്ട കാര്യം എന്താണ് അവർക്ക്? എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. നിനക്ക് ഇനി വിശ്വസിക്കാൻ പറ്റാത്ത വേറൊന്നുകൂടി നമ്മൾ പറയട്ടെ. അവർക്ക് നിന്നോട് മുഹബത്താണ്. അതേന്ന്. നിന്നെ അവള് കോളേജിൽ വെച്ച് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ?
ഇപ്പൊ പിന്നെ മാനേജരാക്കാൻ പോണതും ആ മുഹബത്തിന്റെ പേരില. കാൽ കാശിന് വകയില്ലാത്ത എന്നെ ഇത്രയും വലിയ പണക്കാരിയായ അവൾ എന്തിനാ പ്രേമിക്കുന്നത്? ചിലപ്പോ ഇനി എന്നെ കണ്ടിട്ടായിരിക്കോ? അത് ശരിയാ. തന്നെ കണ്ട ഏത് പെണ്ണും തന്റെ കൂടെയുള്ളവനെ പ്രേമിച്ചു പോവും. രാമേന്ദ്രൻ മുതലാളി ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണം. ആ തിരുമുഖം ഒന്ന് കാണാനാ. ദാസുട്ടി, മണി, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതേടാ, എല്ലാത്തിനും പരിഹാരം കാണാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റ്. അർച്ചന മിൽസ് തുറക്കുമ്പോ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. രാമേന്ദ്ര, ഈ നമ്പർ ഞങ്ങളുടെ തിറക്കരുത്. നീ ഇത്രയും നാൾ ഏറ്റതും തന്നതും ഒക്കെ തിരിച്ചേൽപ്പിക്കാനാടാ ഞങ്ങൾ വന്നത്. വാങ്ങിച്ചോ. നിങ്ങൾക്കൊക്കെ എത്ര തരാനുള്ളതെന്ന് വെച്ചാൽ കണക്ക് കുറഞ്ഞ് വാങ്ങിച്ചോ. വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഈ നിമിഷം ഞാനത് തരാം. അതല്ല ജോലിയാണ് വേണ്ടതെങ്കിൽ അർച്ചന മിൽസ് തുറക്കുമ്പോ ഏറ്റവും ആദ്യം ശരിയാക്കുന്നത് നിങ്ങളുടെ ജോലിയായിരിക്കും. എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നും വേണ്ട, അവരുടെ നിന്ന് വാങ്ങിച്ച കാശ് അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ജോലി കിട്ടിയാൽ മതി സാർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വീട്ടിൽ വന്നാ പോരെ? എന്തിനാ ഇങ്ങനെ വഴി തടഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നത്? അയ്യോ, ഞങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ വന്നില്ല സാർ, ഇവരെ നിർബന്ധിച്ചോട്ടാ. എന്നാ പിന്നെ ഇവിടെ നിന്ന് കറങ്ങണ്ട, എല്ലാരും പൊയ്ക്കോ. സമയമാകുമ്പോ ഞാൻ വിവരം അറിയിക്കാം. ഓക്കെ, പിന്നെ കാണാം. ശരി. ഹലോ, ഒന്ന് നിന്നേ. അങ്ങനെ പോയാലോ? ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് എങ്ങാനും വന്നാലുണ്ടല്ലോ ഈ മുട്ടുകളെ ഞാൻ തല്ലിയോടി. ഞങ്ങൾ തന്റെ വീട്ടിലോട്ട് വരുന്നത് എന്തിനാ? ഞങ്ങളും രാമചന്ദ്ര പോലെയാണ് തമ്മിൽ ഇടപാട്. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. തന്റെ മധ്യസ്ഥൊന്നും വേണ്ട കേട്ടോ. പണ്ട് മധ്യസ്ഥം പോയ സ്ഥലം അറിയാലോ. എന്റെ അത് ഓർത്തോണ്ടാ മതി. താൻ പോടും. മാത്തുണ്ണിയേട്ടൻ വന്നേ. മാത്തുണ്ണിയേട്ടന്റെ പണം പലിശ അടക്കം എത്രാന്ന് വെച്ചാൽ ഞാൻ തരാം. അടിമക്കണ്ണേ, ആ ചെക്ക് ബുക്ക് ഞാൻ എടുത്തേ. അയ്യോ, അതിന് ആരാ ഇപ്പൊ കാശ് വെച്ചത്? ഞാൻ എന്തെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ ഇവരോട് ചോദിച്ചു നോക്ക്. അയ്യോ, ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യം പറയാൻ. അർച്ചന മിൽസിന്റെ ക്യാൻറ്റീൻ എനിക്ക് തന്നെ തരണം. ഓ, ക്യാൻറ്റീൻ ചേട്ടൻ എന്നെ കൊടുക്കല്ലേ? ആ കൊടി പാവം പോട്ട്. എടോ, കിട്ടണ കാശ് വാങ്ങിച്ചോണ്ട് പോ. അയാൾ എന്റെ ക്യാൻറ്റീൻ നടത്താൻ പോകുന്നു. ഒന്ന് പോടാ അവിടുന്ന്. എന്നോട് കേൾപ്പിക്കാൻ നീ ആരാ? ഇനി എന്റെ അടുത്ത് കാശ് വെച്ചോണ്ട് വന്നേക്കരുത്. ഓ, കാശ് തരുന്നൊരു പാർട്ടി. ഞാൻ പോട്ടെ അവന്. ഓ, അപ്പൊ ക്യാൻറ്റീൻ ചേട്ടനെ തന്നെ. തന്നെ. ആ. ആ. നീ പറഞ്ഞതും വിശ്വസിച്ച് അവരങ്ങോട്ട് പോയെന്ന് കരുതി എല്ലാം ഇവിടെ കൊണ്ട് തീരുമെന്ന് കരുതണ്ട. എടാ, നീ ഒന്നും കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇപ്പൊ ഈ രാമേന്ദ്രന് ആ 4 പേരുടെ ജോലിയും മാത്തുണ്ണിയേട്ടന്റെ ക്യാൻറ്റീനും എല്ലാം വെറും നിസ്സാരമാണ്. നിങ്ങളുടെ 2 പേരുടെ ജോലിയും ഇന്നെനിക്കൊരു പ്രശ്നമല്ലടാ. അടിമക്കണ്ടേ, ആ ഫയലിംഗ് എടുക്കൂ. ഇത് കണ്ടോ, അർച്ചന മിൽസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഇത് കയ്യിൽ വരണമെങ്കിൽ രാമേന്ദ്രൻ ചില്ലറക്കാരനല്ലെന്നറിയാമല്ലോ. അർച്ചന മിൽസിൽ ജോലി ചെയ്യാൻ 2 പേരും തയ്യാറായിക്കൊള്ളൂ. ഡ്രൈവർ, അടിമക്കണ്ട് വണ്ടി എടുക്കൂ. എന്തുവാടേ ഇത്? ആർക്കറിയാം? ഡ്രൈവർ വണ്ടി വിട്. അർച്ചന മിൽസിന്റെ മാനേജറാണ് പറയുന്നത്. വണ്ടി വിട്. രാഗം സ്വരം സ്വരം സ്വരമേളം അങ്ങോട്ട്. നിങ്ങൾ മാറ്. ഞാൻ തുറക്കാം.
വിളി വിളി. നിർത്തണോ? രാത്രിയല്ലേ, മനുഷ്യർ ഉറങ്ങണ്ടേ? അല്ല, ലീഡർ വൈകുന്നേരം എത്തുമെന്ന് കരുതി ഞങ്ങൾ ഉച്ച മുതലേ ഇവിടെ കുത്തിയിരിക്കുക. ജലപാനം പോലും കഴിച്ചിട്ടില്ല. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നും രണ്ട് യോഗങ്ങൾ പങ്കെടുക്കാണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഉദ്ഘാടനം, കമ്മിറ്റി മീറ്റിംഗ് എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞു ഒതുക്കി ഞാൻ നേരെ ഇനി പോന്നു. ഇവിടെ അർച്ചനാ മിൽസ് തുറക്കാൻ പോകുമ്പോൾ അത് മറന്നാൽ എനിക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണോ ജനസേവനം? അത് പോട്ടെ, നാളെ തന്നെ എക്സിക്യൂട്ടീവ് അത് വിളിച്ചു കൂട്ടണം. പുതിയ മാനേജ്മെന്റിനോട് നമ്മുടെ നയം എന്താണെന്ന് വ്യക്തമാക്കണം. സ്വന്തം തൊഴിലിനോട് ആത്മാർത്ഥ, പല കാര്യങ്ങളും വിട്ടുവീഴ്ച, സഹിഷ്ണുത, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പുതിയ നയം. പിന്നെ പഴയ മാനേജ്മെന്റിനെ പോലെ അത്ര കടുംപിടുത്തക്കാരനായിരിക്കില്ല രാമേന്ദ്രൻ. ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ലേലും അവൻ നമ്മുടെ നാട്ടുകാരനല്ലേ. അതെ, അത് മാത്രമല്ല എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും രാമേന്ദ്രനും ഷെയ്ഖിനെയും കൊണ്ട് ഈ കമ്പനി ഏറ്റെടുപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പരമാവധി സഹകരിക്കണം. എന്താണ് പേര് ഷെയ്ഖിന്റെ? ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ രാമേന്ദ്രനോട് ചോദിച്ച് മനസ്സിലായിക്കോളാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞല്ലേ? ശരി, അപ്പൊ നാളത്തെ കാര്യം മറക്കരുത്. ശരി. മൂടിഞ്ഞ വിക്ക് കാരണം ഇടിച്ച് കേറാനും പറ്റുന്നില്ല. ഇനി ആ രാമേന്ദ്രനെ കൂടി വേണ്ട പോലെ ഒന്ന് കാണണം. ശരി. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രിയായ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കരുതെന്ന്? ഞാനും പറഞ്ഞതാ. നീയാ എന്റെ മോനെ ചീത്താക്കുന്നത്. ഞാനോ? ആ, നീ തന്നെ. അതപ്പോ അങ്ങനായോ? അത് എനിക്കറിയില്ല. മോനെ, ശത്രുക്കളും അസൂയക്കാരും ഒക്കെ ഉള്ള സമയ, സൂക്ഷിക്കണം. എനിക്കാരാമേ ശത്രുക്കള്? മിത്രങ്ങളേ ഉള്ളൂ. ഇന്ന് എന്നെ കാണുമ്പോ എല്ലാവരും ജയ് വിളിക്കുകയാണ്. എന്റെ കടക്കാർക്ക് പോലും എന്നോട് ബഹുമാനമാണ്. ആ ഷേഖിനോട് വേണം ഇതിനെല്ലാം നന്ദി പറയാൻ. ഷെയ്ക്കോ? അതാര്? നിന്റെ കത്തിലുണ്ടായിരുന്നില്ലേ ദുബായിലെ ആ ഷേഖ്? കത്തോ? നീ ആകെ കൂടെ ഒരു കത്തല്ലേ അയച്ചുള്ളൂ, അതും നീ മറന്നുപോയോ? കത്ത് ഓർമ്മയുണ്ട്. എന്നിട്ട് ആ കത്തവിടെ? മോളെ, ആ കത്തിഞ്ഞെടുക്ക്.